ഇത്രയും കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ദീപ്തി മേരി വർഗീസ് ഇപ്പോഴും ഒരു കൗൺസിലറായി മാത്രം ഒതുങ്ങേണ്ട ഒരാളാണ് എന്നാണോ പറയുന്നത്? കൗൺസിലർ ആയത് തന്നെ എൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു 45 ഇയേഴ്സിലാണ് ഞാൻ കൗൺസിലറായിട്ട് മത്സരിച്ച് ജയിക്കുന്നത്. അതുവരെ ഞാൻ സംഘടനാ പ്രവർത്തനം മാത്രമാണ് ചെയ്തത്. അന്ന് എനിക്ക് വിഷമം തോന്നിയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എനിക്ക് വിഷമം. കൗൺസിലർ എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഒരു തവണയൊന്ന് മത്സരിച്ച് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി കഴിയുന്ന ഒരവസരമാണ്. അതൊന്ന് മത്സരിക്കണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹം വന്നു. ഞാൻ മത്സരിച്ചു, എനിക്ക് സീറ്റ് കിട്ടി, പാർട്ടി തന്നു, മത്സരിച്ചു. അതിനപ്പുറം എനിക്ക് സത്യത്തിൽ ഈ പ്രാവശ്യം കൗൺസിലറായിട്ട് മത്സരിക്കാൻ വലിയ ഒരു താല്പര്യം, അത് അങ്ങനെ വലിയൊരു താല്പര്യത്തിലൊന്നും ഇരുന്നതല്ല. പക്ഷേ സാഹചര്യവശാൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് മത്സരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചാർജുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു എറണാകുളം കോർപ്പറേഷൻ്റെ ചാർജ്. അദ്ദേഹത്തോടൊപ്പം നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോർപ്പറേഷനിൽ അത് വലിയ വിജയത്തിന് ഞാൻ മാത്രമല്ല കേട്ടോ, നിരവധി നേതാക്കന്മാരുണ്ട്, എല്ലാവരും വളരെ ശക്തമായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാനത് ലീഡ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ അന്നുണ്ടായിരുന്നു. കാരണം ഞാൻ സംഘടനയിൽ ഇരിക്കുന്ന ഒരു പോസ്റ്റിൻ്റെ ഒരു തലം വെച്ചിട്ട്. പക്ഷെ അത് മറ്റൊരു ഡിസിഷനിലേക്ക് വന്നു. മറ്റൊരു ഡിസിഷനിൽ വരാൻ എടുത്തവർക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം, എനിക്ക് പറയാൻ എൻ്റെ കാരണങ്ങളും ഉണ്ടാകാം. പക്ഷെ അതൊരു പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതൊരു പാർട്ടിയുടെ ഒരു ഇന്റേണൽ കാര്യമാണ്. അയോഗ്യതയായിട്ട് കാണുന്നത് ചിലരെങ്കിലും പറയുന്നുണ്ട് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അങ്ങനെ ഒരു അഭിപ്രായം? സ്ത്രീ ആയതുകൊണ്ടല്ല, കാരണം സ്ത്രീ സംവരണമായിരുന്നു. സ്ത്രീ സംവരണമല്ലാത്ത ഒരു മേയർ ആയിരുന്നെങ്കിൽ, ഒരു സമയമായിരുന്നെങ്കിൽ സ്ത്രീകളെ സ്ഥാനാർത്ഥി പ്രഖ്യാപന കാര്യത്തിൽ മറ്റു ചില വാദങ്ങളുണ്ട്. ഷിയാസിന് വേണ്ടിയിട്ടുള്ള ചില ചരടുവലികളൊക്കെ ചില നേതാക്കളുടെ ഭാഗത്ത്. അതെന്താണെന്നറിയാമോ, ഒരു മണ്ഡലത്തിൽ പേര് വരുമ്പോൾ ചരടുവലി ഉണ്ടാകും. ഒരാൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനാകാനാണ് എന്നുണ്ടെങ്കിൽ മറ്റേയാൾ ആഗ്രഹിക്കുന്ന അയാളാകാനാണ്. അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡർഷിപ്പ് ഉണ്ടാവും, അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടാവും. അതൊക്കെ അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് വേണ്ടി നടന്നിട്ടുണ്ട് അത്. അപ്പോൾ പക്ഷെ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായി മുമ്പോട്ട് പോകേണ്ട കാര്യം